അങ്ങനെ 4 അല്ല 6 അല്ല 9 ദിവസത്തെ യൂസേജിന് ശേഷം ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 18.2 അപ്ഡേറ്റിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെർഫോമൻസും ബാറ്ററിയും അതോടൊപ്പം തന്നെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 18.2ൻ്റെ ഫീഡ്ബാക്കും 18.2ൻ്റെ വീഡിയോയുടെ കമൻസിൽ വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരങ്ങളും ലഭിക്കുന്നതാണ്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ 18.2 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് iOS 18 റിലീസ് ചെയ്തതിന് ശേഷമുള്ള കൂട്ടത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ഡേറ്റ് എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ അല്ല, ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പല ആൾക്കാരും പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ആൻസറായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കാരണം ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പുതിയ AI ഫീച്ചേഴ്സിൻ്റെ ഇൻക്ലൂഷനോ കാര്യങ്ങളോ മാത്രമല്ല, ഡിവൈസിൻ്റെ ഓവറോൾ പെർഫോമൻസിലും ബാറ്ററിയിലും വന്നിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് തന്നെയാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇത്രയും ദിവസത്തെ എൻ്റെ ഒരു റിവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ യൂട്യൂബ് വീഡിയോസിലും കമൻസിലും വന്നിരിക്കുന്ന നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, കോമൺ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അതും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു റിവ്യൂയിലേക്ക് പോകാം. സോ ഇതിൽ ഒന്നാമത്തെ കാര്യം ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സാണ്. ഇതിനെപ്പറ്റി ചെയ്തിട്ടുള്ള വീഡിയോസിലെല്ലാം നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞാണ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഫീച്ചർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് iPhone 15 Pro സീരീസ് 15 Pro 15 Pro Max 16 ഇറങ്ങിയിട്ടുള്ള 4 സീരീസ്, അങ്ങനെ ടോട്ടലി 6 മോഡൽസിലാണ് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് സപ്പോർട്ടാകുന്നത്. ഇതൊരു 1000 തവണയെങ്കിലും നമ്മൾ വീഡിയോസിലൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതേ സെയിം ചോദ്യം ചോദിച്ചുകൊണ്ട് കുറച്ച് കമൻറ്റുകൾ ഞാൻ കണ്ടു, അതുകൊണ്ട് വീണ്ടും ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ്, ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫീച്ചേഴ്സ് ഒന്നും തന്നെ പെയ്ഡ് ഫീച്ചേഴ്സോ കാര്യങ്ങളോ അല്ല. ഇതിലാകെ ഒരു പെയ്ഡ് അല്ലെങ്കിൽ ഒരു നമ്മൾ എപ്പോഴെങ്കിലും ഒരു സ്റ്റേജ് എത്തുമ്പം പേ ചെയ്യണം എന്ന് വരുന്നത് ആകെ ഈ ഒരു സിറിക്കകത്ത് നമുക്ക് ചാറ്റ് GPT എന്ന് പറയുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഇതിൽ കാണാൻ സാധിക്കും നമുക്ക് ചാറ്റ് GPT ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ആപ്പിൾ iOS 18.2യിലൂടെ. ഇതിലാകെ ഒരു കാര്യം വരുന്ന അപ്ഗ്രേഡ് ടു ചാറ്റ് GPT പ്ലസ്, അതെല്ലാം ചാറ്റ് GPTയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുമാണ്. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു AI ഫീച്ചേഴ്സ് ഒന്നും തന്നെ പെയ്ഡ് അല്ല. മൂന്നാമത്തെ കാര്യം ഈ ഒരു ചോദ്യമാണ്. സൈക്കിൾ കൗണ്ടിന് പ്രൊപ്പോർഷണലായിട്ട് ബാറ്ററി ഹെൽത്ത് 88% ഡീഗ്രേഡ് അയക്കുന്നു, അതും 8 മാസം കൊണ്ട്. സോ ഞാനിത് നേരത്തെയും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ബാറ്ററി ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി ഹെൽത്ത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ ബാറ്ററി ഹെൽത്തിനെ നിങ്ങൾ യാതൊരു തരത്തിലും വളരെ പേഴ്സണലായിട്ടുള്ളൊരു സംഭവമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യുമ്പം ബാറ്ററി കുറയും, ഇത് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പം TV റിമോട്ട് മുതൽ നമ്മളിപ്പോൾ ഇറങ്ങുന്ന EVയിലാണെങ്കിലും EV വെഹിക്കിൾസ്, അതിപ്പം ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ, ഇതിലൊക്കെ ഒരു സർട്ടൺ ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ TVയിലാണെങ്കിൽ നമുക്ക് റിമോട്ട് പെട്ടെന്ന് തന്നെ സെൽ ബാറ്ററിയാണ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഫോണിൻ്റെ ബാറ്ററി. അതുകൊണ്ട് ഈ ബാറ്ററി ഹെൽത്തിനെ നിങ്ങൾ ഇത്ര വലിയ പേഴ്സണലായിട്ട് എടുത്ത് ഇത്രയും വലിയ എന്താ പറയുന്നത് ഒരു പ്രഷറൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആക്കി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാനത് വീണ്ടും ക്ലിയർ ആയിട്ട് പറയുവാണ്. നിങ്ങൾ ഫോൺ വാങ്ങിയത് യൂസ് ചെയ്യാനാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യുക, ബാറ്ററി ഹെൽത്തിനെ അതിൻ്റെ വഴിക്ക് വിടുക. അത് എപ്പോഴെങ്കിലും കുറയാതിരിക്കുക, അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. സോ നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഈ ഒരു പ്ലേ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ തന്നിരിക്കുന്ന ആ ഒരു ചാർജിങ് മെത്തേഡുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി സൈക്കിൾ കൗണ്ടിനെയും കുറയ്ക്കാൻ സാധിക്കും. ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് ഒരു പരിധി വരെ നമുക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും. പിന്നെ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഡിവൈസിൽ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ ഫോട്ടോസ് ആപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റ് സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന സ്ഥലത്ത് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസ്പ്ലേ ഡിമ്മായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ കളർ മങ്ങിയ പോലെ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതിന് 2 സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഇതൊരു ബഗ്ഗാകാം. അങ്ങനെ ആകുമ്പം ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്യുക, പവർ ബട്ടണിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾക്ക് ഇതുപോലെ പവർ ഓഫ് ചെയ്യാം. ഈ ഒരു റീസ്റ്റാർട്ട് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറേയധികം പ്രോബ്ലംസ് ഇതുപോലെ ഉണ്ടാകുന്ന പല ഇഷ്യൂസിനെയും നിങ്ങൾക്കൊരു സിംഗിൾ റീസ്റ്റാർട്ടിലൂടെ ഫിക്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം. ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് സോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിലേക്ക് പോയി ഇതിൽ ഈ മോഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. ഇതിൽ ഡിം ഫ്ലാഷിംഗ് ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ, ഇത് എനേബിൾ ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസേബിൾ ചെയ്താൽ മതി. പിന്നെ വന്നൊരു ചോദ്യമാണ് ഇത്, അതായത് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഡൈനാമിക് ഐലൻഡ് ഉള്ള ഡിവൈസിൽ, ഡൈനാമിക് ഐലൻഡ് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നിങ്ങൾക്കറിയാം നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ ആപ്പിൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ പ്രൈവസി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താണ് പ്രൈവസി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഈ കൺട്രോൾ സെൻറ്ററിൽ നിങ്ങൾ പോയി കഴിയുമ്പം ഇവിടെ ഫോൺ കൺട്രോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണാൻ സാധിക്കും പ്രൈവസി എന്ന് പറഞ്ഞിട്ട് മൈക്രോഫോൺ എനേബിൾ ആയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഇവിടെ മൈക്രോഫോണിൻ്റെ ഒരു ചെറിയ ഡോട്ടാണ് നമുക്ക് വരുന്നത്. ഇതുപോലെ ഒരു ഡോട്ട് വരും, ആ ഓറഞ്ച് ഡോട്ട്. അത് പല ആളുകളും ചുമ്മാ എനേബിൾ ആയി കിടക്കുന്ന കണ്ടു. സോ അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക്
വോക്കൽ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ആപ്പിൾ iOS 18 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് എനേബിൾ ആയി കിടക്കുന്നതുകൊണ്ടാണ്. അതിനുവേണ്ടി സെറ്റിംഗ്സിൽ വീണ്ടും പോവുക. ആക്സസിബിലിറ്റി ഓപ്ഷനിൽ താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വോക്കൽ ഷോർട്ട് കട്ട്. ഇത് എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്താൽ മതി. ഡിസേബിൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മൈക്രോഫോൺ പോകുന്നതായിരിക്കും കൺട്രോൾ സെൻറ്ററിൽ നിന്ന്. പിന്നെ ഈ ഒരു ചോദ്യത്തിൽ കോൾ റെക്കോർഡിങ് ചില ഡിവൈസുകളിൽ ഇപ്പം 13 മാത്രമല്ല, നമുക്കറിയാം iOS 18 സപ്പോർട്ട് ആയേക്കുന്ന എല്ലാ ഡിവൈസുകളും കോൾ റെക്കോർഡിംഗ് ഇപ്പം ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നിങ്ങൾക്ക് ഈ ഒരു കോൾ റെക്കോർഡിംഗ് ബട്ടൺ അല്ലെങ്കിൽ ഐക്കൺ കാണാൻ സാധിക്കും. സോ നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ആൾ കോൾ എടുത്ത് കഴിയുമ്പം നമുക്കത് ആക്റ്റീവ് ആകുന്നതായിരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യാൻ എനേബിൾ ചെയ്തതിന് ശേഷം ചെവിയിലേക്ക് ഫോൺ വെക്കുമ്പം അറിയാതെ ആ ഒരു ഡിസ്പ്ലേയിൽ അവിടെ ടച്ച് ആകുവാണെങ്കിൽ ചിലപ്പം റെക്കോർഡിങ് കട്ടാകും. രണ്ടാമത്തെ കാര്യം, ഡിവൈസിന് എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ചെറിയ ബഗ്ഗായിരിക്കാം, അത് ചിലപ്പോൾ ഈ പറഞ്ഞ റീസ്റ്റാർട്ടിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ അതിൽ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇത് നിങ്ങൾ എനേബിൾഡ് ആണ് എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഡിസേബിൾ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് റീ എനേബിൾ ചെയ്ത് നോക്കുക. പിന്നെ വന്നൊരു കമൻറ്റാണിത്, അതായത് കോൺടാക്ട്സ്. നിങ്ങൾക്ക് കോൺടാക്ട്സ് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പല ആപ്ലിക്കേഷൻസും നമുക്കറിയാം, ഫോട്ടോ, ക്യാമറ അല്ലെങ്കിൽ മെയിലുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചില ആപ്ലിക്കേഷൻസിലേക്ക് കോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കോൾ ചെയ്യാന്ന് വെച്ചാൽ അതിനകത്ത് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ പറഞ്ഞിരിക്കുന്ന വാട്സാപ്പിനകത്ത് നമുക്ക് കോൺടാക്ട്സ് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. സോ അതിന് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് വെച്ചാൽ സെറ്റിങ്സിൽ പോവുക. അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഓപ്ഷൻസും കോൺടാക്ട്സ് ഏതൊക്കെ ആപ്ലിക്കേഷൻ, ഏതൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ കോൺടാക്ട്സ് ആക്സസ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും. ഇതിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ഓപ്ഷനിൽ നിങ്ങളിപ്പം ലിമിറ്റഡ് ആക്സസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് ഫുൾ ആക്സസ് കൊടുക്കുക. അലോ ഫുൾ ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാട്സാപ്പിൽ നമ്മുടെ ഫുൾ കോൺടാക്റ്റും ആക്സസ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അപ്ഡേറ്റ് 18.2ൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതിലൊന്ന് പെർഫോമൻസ്. നല്ല രീതിയിലുള്ള, അതായത് ഈ ഒരു ഡിവൈസ് 16 Pro ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 16 Pro വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയ ടൈമിലുണ്ടായിരുന്ന iOS 18 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്ന iOS 18 ലഭിച്ചിട്ടുള്ള അതേ പെർഫോമൻസ് തന്നെ എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള ഹിക്കപ്പോ സ്റ്റട്ടറിങ്ങോ ഡിവൈസ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ക്രാഷായി പോകുന്ന ഇഷ്യൂസോ അങ്ങനെ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല രീതിയിലുള്ള ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുമ്പോഴും ക്യാമറ എനിക്കങ്ങനെ ബഗ്ഗുകളോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത ടൈമിൽ എനിക്ക് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നോർമലി ഉള്ളതിനേക്കാൾ കൂടുതൽ നോയ്സ് കയറി വരുന്ന പോലെ ഒരു ഫീൽ വന്നായിരുന്നു. അവിടെ ഞാൻ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം യൂസ് ചെയ്തപ്പം ആ ഒരു പ്രോബ്ലംസ്, ആ ഒരു പ്രോസസ്സിങ്ങിൽ എന്തെങ്കിലും വന്നിരിക്കുന്ന ബഗ്ഗായിരിക്കാം, അത് റിസോൾവ് ആയായിരുന്നു. പിന്നെ ബാറ്ററി, ഞാൻ കഴിഞ്ഞ അപ്ഡേറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന 18.1 ആണ്, 18.1.1 വന്നു. അതിലൊന്നും ലഭിക്കാത്ത ആ ഒരു പഴയ ഈ ഡിവൈസ് ഞാൻ വാങ്ങിയ ടൈമിലുണ്ടായിരുന്ന ഒരു ബാറ്ററി പെർഫോമൻസ് ഉണ്ട്, ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ ഒരു ഫുൾ ഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ബാറ്ററി അത് തിരികെ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ നല്ല രീതിയിലുള്ള ബാറ്ററി പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. ഇത് അപ്ഡേറ്റ് ചെയ്ത 18.2 അപ്ഡേറ്റ് ചെയ്ത ആ ടൈമിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ 9 ദിവസമായി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്ഡേറ്റ് ചെയ്ത് ഒരു 4-5 ദിവസം വരെ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല. എന്നാൽ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്തത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡിവൈസ് ഞാനൊന്ന് റീസെറ്റ് ചെയ്തു. അതായത് സെറ്റിങ്സിൽ പോയിട്ട് ഏറ്റവും താഴെ റീസെറ്റ് ഐഫോണിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഞാൻ ചെയ്തു. അതിനുശേഷം എനിക്ക് നല്ല രീതിയിലുള്ള ആ ഒരു പഴയ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇതേ ഫീഡ്ബാക്ക് തന്നെയാണ് പല ആൾക്കാരും എനിക്ക് തന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ബാറ്ററിയുടെ കാര്യത്തിൽ അവർക്കും ലഭിക്കുന്നുണ്ട്. ലാസ്റ്റ് 10 ഡേയ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ഈ കഴിഞ്ഞ 3-4 ദിവസത്തെ ആദ്യത്തെ സ്ക്രീൻ ടൈം നിങ്ങൾ കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് 5 മണിക്കൂർ സ്ക്രീൻ ആക്റ്റീവ് ടൈം ഉണ്ടായിരുന്നു, ഒരു 1.5 മണിക്കൂർ ഐഡിയലും ഉണ്ടായിരുന്നു. അതിനുശേഷം 4:45 ആ ഒരു ടൈമിലേക്ക്, പിന്നെ ഇന്നലെ ഫ്രൈഡേ ഇന്നലത്തെ എൻ്റെ ആക്ടിവിറ്റി കാണാം. നല്ല രീതിയിൽ ഞാൻ യൂട്യൂബ് അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തു. കോളിലുണ്ടായിരുന്നു കുറേ ടൈം, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്, നമ്മൾ ഡ്രൈവിംഗ് ടൈമിൽ മ്യൂസിക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതെല്ലാം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്. ഈ ടൈമിൽ ഒന്നും തന്നെ ഞാൻ ഡിവൈസ് ചാർജ് ചെയ്തിട്ടില്ല, എന്നിട്ടും എനിക്കൊരു 5.5 മണിക്കൂർ സ്ക്രീൻ ആക്റ്റീവ് ടൈം ഉണ്ടായിരുന്നു. വെറും 49 മിനിറ്റ്സ് ആയിരുന്നു സ്ക്രീൻ ഐഡിൽ ടൈം ഉണ്ടായിരുന്നത്, സ്ക്രീൻ ഓഫ് ടൈം ഉണ്ടായിരുന്നു. സോ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ ഞാൻ ചാർജ് ചെയ്യാൻ ഇടുന്നത് ഒരു 1 മണിക്കാണ്, വെളുപ്പിന് 1 മണിക്ക്. അപ്പം എനിക്ക് തോന്നുന്നു ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 7-8% ബാറ്ററി ഉണ്ടായിരുന്നു. ആ ടൈമിലായിരുന്നു ഞാൻ ചാർജ് ചെയ്യാൻ ഇട്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്ന് രാവിലെ 9 മണിക്കാണ് ഞാൻ ചാർജ്
എടുത്തത് 100% ചാർജ് ചെയ്യുന്നെടുത്തത്. ഇപ്പം സമയം 1:18 81 ഉണ്ട് എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ഈ ഒരു റീസെറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ല രീതിയിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് കാണാൻ സാധിച്ചത്. സോ ഓവറോൾ 18.2 അപ്ഡേറ്റ് വളരെ മികച്ച ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഇത് പെർഫോമൻസിൻ്റെ കാര്യത്തിലോ മാത്രമല്ല, ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലും ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിലും മറ്റ് ഡിവൈസുകളുള്ള നോർമൽ ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അപ്ഡേറ്റ് തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിവൈസിൽ അപ്ഡേറ്റ് ചെയ്യുക. അത് ബെറ്റർ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അല്ലാത്ത പക്ഷം ഡിവൈസിൽ തന്നെ OT അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.